വും പാഴുമായി തള്ളിയതാമീ നിൻ മന്ദിരം തന്നിലൊന്നും ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ. ജീവിതമെന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്താനേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ച് എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും തലകളെ വണക്കാം. ദൈവമായ കർത്താവേ, ഈ ദിനത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. നാഥ, യോനാ പ്രവാചകൻ്റെ അനുഭവത്തിലൂടെ നാഥ ഈ 3 ദിനരാത്രി ഞങ്ങൾ കടന്നു പോകാനായിട്ട് ഞങ്ങൾ ഇടയാക്കണമേ. അനുതാപം ഞങ്ങളുടെ ജീവിതത്തിൽ, മാനസാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഈ നോമ്പ് മുഖാന്തരമാകണമേ. നാഥ, ഞങ്ങളെല്ലാം ഒന്ന് ഒരുക്കണമേ. 22 അഗ്നിയിൽ വെച്ച് ചൂടാക്കുന്ന അനുഭവം പോലെ ഞങ്ങളെ ഒന്ന് ചൂടാക്കി എൻ്റെ ശാലയിൽ ഞങ്ങളെ ഒന്ന് ഒരുക്കുവാനായിട്ട് ഇടയാകണമേ. നാഥ, വിവിധതരം ആവശ്യങ്ങളായിട്ട് നിൻ്റെ ആലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം തിരുമുമ്പാ സമർപ്പിക്കുന്നു. എൻ്റെ വചനത്താൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. എൻ്റെ വചനത്തിലൂടെ പ്രയാണം ചെയ്യുവാൻ ഞങ്ങളെ ഇടയാകണമേ. വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അളവുകോലാകുന്നുവല്ലോ. നാഥ, വചനം വെച്ച് ഞങ്ങളുടെ ജീവിതത്തെ അളക്കുവാനും ഒന്ന് ശോധന ചെയ്യുവാനും പരിവർത്തനം ഉണ്ടാക്കുവാനും രൂപാന്തരവും മനസാന്തരവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഞങ്ങളെ ഇടയാകണമേ. നാഥ, ഞങ്ങളെ നീ ഒരുക്കണമേ. ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെയും നാഥ, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടവരെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. നാഥ, നിൻ്റെ സന്നിധിയിൽ തലവണക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. വചനത്താൽ ഞങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെ എൻ്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴെല്ലായ്പ്പോഴും നീക്ക് സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം. ആമുഖമായിട്ട് ഒരു ചോദ്യം: ഈ യാത്ര ശരിയാണോ? ഈ യാത്ര ശരിയാണോ? എബ്രായലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ. നമുക്ക് വളരെ പരിചിതമായ വാക്യമാണല്ലോ അത്. ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാരവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. ഈ 1-2 വാക്യങ്ങളിൽ 4 കാര്യങ്ങൾ എടുത്തൊന്ന് നോക്കി. 1, പാപം വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ. ആരെ നോക്കി ഓടണം? യേശുവിനെ നോക്കി ഓടുവാനായിട്ട് ഇടയാകണം. ഒരിക്കൽ 4 പേര് യാത്ര ചെയ്യുവാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. 4 പേരുടെയും മദ്യപിച്ച് ലക്കുകെട്ട ഒരവസ്ഥയിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നത്. വളരെ ക്ഷീണിതരാണ് ഇവർ. കടന്നു വന്നിട്ട് സ്റ്റേഷൻ മാസ്റ്ററിനോട് പറഞ്ഞു, ട്രെയിൻ വരുമ്പോൾ ഞങ്ങളെ ഒന്ന് ഉണർത്തണം. ഇവരുടെ ഈ മദ്യപാനത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് സ്റ്റേഷൻ മാസ്റ്റർ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതിരിക്കാൻ, നിങ്ങൾ കടന്നു, ട്രെയിൻ വരുമ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാമെന്ന് പറഞ്ഞ് സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഏർപ്പെട്ടു. ട്രെയിൻ വന്ന് പുറപ്പെടുന്നത് തൊട്ട് മുമ്പാണ് ഇവരെ ഒന്ന് ഉണർത്തി വിടുന്ന കാര്യം സ്റ്റേഷൻ മാസ്റ്റർ ഓർത്ത്. സ്റ്റേഷൻ മാസ്റ്ററിന് വേറെ ജോലി ഉണ്ടല്ലോ അല്ലേ. ട്രെയിൻ പുറപ്പെടുന്ന തൊട്ട് മുമ്പേ സ്റ്റേഷൻ മാസ്റ്റർ വന്ന് ഇവരെ തട്ടി ഉണർത്തി.
പെട്ടെന്ന് ചാടി എണ്ണിച്ച് ആ ഉറക്കപ്പിച്ചയിലും ആ ഒരു ക്ഷീണത്തിൻ്റെ അവസ്ഥയിലും മദ്യപാനത്തിൻ്റെ ലഹരിയിലും 3 പേര് ട്രെയിനിൽ കയറി ട്രെയിൻ മുൻപോട്ട് യാത്ര പുറപ്പെട്ടു. ഏറ്റവും അവസാനം എത്ര പേര് അവശേഷിക്കുന്നുണ്ട്? ഒരാൾ അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ദുഃഖവും പ്രയാസവും ഒക്കെ പിന്നീട് സ്റ്റേഷൻ മാസ്റ്റർ കാണുകയും നിരന്തരം അദ്ദേഹം അതിൻ്റെ ദുഃഖം പ്രകടിപ്പിച്ചപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, പ്രയാസപ്പെടേണ്ട, ട്രെയിൻ മിസ്സാവുന്നതും നഷ്ടപ്പെടുന്നതും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പല ആവർത്തി കണ്ടിട്ടുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം എവിടെയാണ്, നിങ്ങൾക്ക് മറ്റൊരു ട്രെയിൻ അറേഞ്ച് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ദുഃഖം മാറുന്നില്ല. ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. തന്നെ യാത്രയാക്കാൻ വന്ന 3 സുഹൃത്തുക്കളാണ് ഇപ്പോൾ ട്രെയിനിൽ കയറി യാത്ര ചെയ്തത്. വന്ന ലക്ഷ്യം മറന്നു പോവുകയും മദ്യം ലക്ഷ്യത്തെ കൂട്ടിക്കളയുകയാണ്, മാറ്റിക്കളയുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഒന്ന് ഉറങ്ങി ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, ഒരു മയക്കത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്ന് ചിന്തിച്ച് വരാൻ ഇച്ചിരി സമയമെടുക്കും. മദ്യപാനം കൂടെ ഉണ്ടെങ്കിലോ സുബോധം കൂടെ നഷ്ടപ്പെടും. അങ്ങനെ ലക്ഷ്യം മറന്നുപോയി ഈ സുഹൃത്തുക്കൾ, തൻ്റെ സുഹൃത്തിനെ യാത്രയാക്കാൻ വന്ന സുഹൃത്തുക്കൾ യാത്രയാവുന്ന സാഹചര്യം. ആർ യു ഇൻ റൈറ്റ് കമ്പാർട്ട്മെൻറ്റ്? യു ആർ ഗോയിങ് ടു കോയമ്പത്തൂർ. ദിസ് ഈസ് ഗോയിങ് ടു കോയമ്പത്തൂർ. യു ഗെറ്റ് ഓൺ അറ്റ് നെക്സ്റ്റ് സ്റ്റേഷൻ ആൻഡ് ഗോ ടു നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റ്. ആർ യു ഇൻ റൈറ്റ് കമ്പാർട്ട്മെൻറ്റ്? നമ്മൾ യഥാർത്ഥ കമ്പാർട്ട്മെൻറ്റിലാണോ യാത്ര എന്ന് ചിന്തിപ്പാനായിട്ട് ഇടയാകണം. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ എബ്രായലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറഞ്ഞ പോലെ പാപം വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ യേശുവിനെ നോക്കി ഓടുവാൻ ശ്രമിച്ചാലും പാപം വാതിക്കൽ കിടപ്പുണ്ട്. അതിൻ്റെ ആഗ്രഹം എങ്ങോട്ടാ? നിങ്കിലേക്കാ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയും അതിനെ കീഴടക്കണം. ഒരു നിറഞ്ഞൊഴുകുന്ന പുഴയുടെ കരയിലിരിക്കുകയാണ് തേളിന് മറുകര എത്തണം എന്നുള്ള മോഹം. നിറഞ്ഞൊഴുകുന്ന പുഴയായതുകൊണ്ട് തേളിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. തേൾ ആരുടെ സഹായം സ്വീകരിച്ചു? ആമയോട് ആവശ്യപ്പെട്ടു. നിരന്തരം തേൾ ആമയോട് ചോദിച്ചപ്പോഴും ഈ തേളിൻ്റെ ആവശ്യം ആമ നിരസിച്ചു. കാരണം എന്താ? എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. അങ്ങനെ ആമ ഏറ്റവും അവസാനം ഇദ്ദേഹത്തിൻ്റെ സമ്മതമൊക്കെ മേടിച്ചിട്ട് ആമയുടെ പുറത്ത് കയറ്റി തേളിനെയും കൊണ്ട് പുഴയുടെ ഒത്ത നടുക്ക് ചെന്നപ്പോൾ തേളിൻ്റെ തനി സ്വഭാവം കാണിച്ചു. ആമയുടെ കഴുത്തിനിട്ട് ഇറുക്ക് കൊടുത്തു. വളരെ വേദന സഹിച്ച് ഈ പുഴ കടന്ന് ആമ ഈ തേളിനെയും കൊണ്ട് മറുകര എത്തിയിട്ട് വിഷമത്തോടുകൂടി ഈ തേളിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് വാക്ക് തന്നല്ലേ? നീ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഞാൻ നിൻ്റെ ആവശ്യം നിരസിച്ചത് നിൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ തിരിച്ച് ആമയോട് ഈ തേള് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചതല്ല, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ വിചാരിച്ചതല്ല, ഞാൻ ഇവിടം കൊണ്ടും ചിന്തിച്ചില്ല, ഇവിടം കൊണ്ടും വിചാരിച്ചില്ല, പക്ഷേ എൻ്റെ പ്രവൃത്തി ഇതായതുകൊണ്ട് അറിയാതെ ചെയ്തു പോയി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പാപം എവിടെ കിടക്കുക? വാതിക്കൽ കിടക്കുക. അതിൻ്റെ ആഗ്രഹം എങ്ങോട്ടാ? നമ്മളിലേക്കാണ്. നീയും അതിനെ കീഴടപ്പാനായിട്ട് ഇടയാകണം. അങ്ങനെ നമ്മൾ ലക്ഷ്യമൊക്കെ നിശ്ചയിച്ച് യേശുവിനെ നോക്കി ഓടുവാൻ ശ്രമിച്ചാലും പാപം വാതിക്കൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തോ ഉണ്ടാവണം? ഒരു മനംതിരിവും വഴിത്തിരിവും ഉണ്ടാകണം. ഈ മനംതിരിവും വഴിത്തിരിവും ഉണ്ടാകാൻ വേണ്ടിയാണ് വചനം വായിക്കുന്നതും ആരാധനയെ സംബന്ധിക്കുന്നതും ആത്മീയമായി ജീവിക്കുവാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്. നമ്മുടെ പൂർവികർ അതിനു വേണ്ടിയിട്ടാണ് എല്ലാ യാമങ്ങളും നിർവഹിച്ചുകൊണ്ട് ഒരു സമയത്ത് പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാകരുത് എന്ന് വിചാരിച്ച് പ്രാർത്ഥനയല്ലായിരിക്കുന്നു. 32-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ കൂടെ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഒരിക്കൽ ഒരു സന്യാസിയുടെ അടുക്കിലേക്ക് 2 ശിഷ്യന്മാർ കടന്നു വന്നു. 2 പേരുടെ ആവശ്യം പാപം ഇറക്കി വെക്കുക എന്നുള്ള. ആദ്യം വന്ന വ്യക്തി പറഞ്ഞു, ഞാൻ വലിയൊരു പാപം ചെയ്തിട്ടുണ്ട്, എനിക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കണം. രണ്ടാമത് വന്ന വ്യക്തി പറഞ്ഞു, ഞാൻ കുറേയേറെ ചെറിയ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ലോകപ്രകാരം വലിയ കാര്യമൊന്നുമല്ല, എന്നാലും എനിക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കണം. ഈ സന്യാസി ഇത് കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത പാപത്തിന് ഒത്തവണ്ണം എണ്ണത്തിലും വലുപ്പത്തിലും കല്ലുകൾ പിറക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. ആദ്യം വന്ന വ്യക്തി പറഞ്ഞു, ഞാൻ വലിയൊരു പാപം ചെയ്തിട്ടുണ്ട്, എനിക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കണം. അദ്ദേഹം പോയി വലിയൊരു കല്ലെടുത്തുകൊണ്ട് വന്ന് ഈ ഗുരുവിൻ്റെ മുന്നിൽ വെച്ചു. രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, ഞാൻ കുറേയേറെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ലോകപ്രകാരം വലിയ കാര്യമൊന്നുമല്ല, എന്നാലും എനിക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കണം. അദ്ദേഹം പോയി ഇങ്ങനെ ഓർത്തോർത്ത് കല്ലുകൾ പിറക്കി.
കയ്യിൽ എത്ര വിരലുണ്ട്? 5. 2 കൈയോട് കൂട്ടിയാൽ 10. അതിൽ ഒതുങ്ങുന്നതിൽ അപ്പുറമായി ഈ കല്ലിൻ്റെ എണ്ണം. പിന്നെ ഒരു ചാക്കിൽ നിറച്ചു, എന്നിട്ട് ഈ ഗുരുവിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. ഗുരു പറഞ്ഞു, നിങ്ങൾ ചെയ്ത പാപത്തിന് ഒത്തവണ്ണം എണ്ണത്തിലും വലിപ്പത്തിലും ഞാൻ കല്ലുകൾ കണ്ടു, ഇനി തിരിച്ചു കൊണ്ട് നിക്ഷേപിക്കാൻ പറഞ്ഞു. ഒരു സാധനം ഒരിടത്തുനിന്ന് എടുത്താൽ തിരിച്ചു കൊണ്ടുവെക്കാൻ നമുക്ക് അറിയാം, അല്ലേ? പല സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കാൻ ഇച്ചിരി പ്രയാസമാണ്. നമ്മുടെ വീട്ടിൽ ഈ പാൻ കാർഡ് എവിടെ, ആധാർ എവിടെ, വോട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് വോട്ടർ ID കാർഡ് എവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തപ്പി നടക്കാറുണ്ടല്ലോ. എൻ്റെ ഫോൺ എന്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തപ്പി നടക്കാറുണ്ട്. ഇവിടെ ഇതാ ഈ ഗുരു ഇവർക്ക് മറുപടി ഒന്നും കൊടുക്കുന്നില്ല, ഈ 2 പേർക്കും. അവിടെ ആവശ്യങ്ങൾ ഗുരുവിന് മനസ്സിലായി. പക്ഷേ ഈ വ്യക്തി വലിയൊരു പാപം ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തി വലിയൊരു കല്ല് തിരിച്ചു കൊണ്ടുവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, പാപം അപ്പം ഇറക്കി വെച്ചാൽ അത് സാധിക്കുമെന്നുള്ളത്. മറ്റേ വ്യക്തിക്ക് ഈ ചെറിയ കുറേയേറെ പാപങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തി, ലോകപ്രകാരം വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഇതിങ്ങനെ പേറിക്കൊണ്ട് നടന്ന വ്യക്തിക്ക് ഓരോ കല്ലും യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ട് വെക്കുവാനായിട്ട് പ്രയാസം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി പാപം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെപ്പറ്റി. അപ്പോൾ ഈ നോമ്പ് നമ്മുടെ പൂർവിക പിതാക്കന്മാർ നമുക്കായിട്ട് നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അങ്ങനെ ഒരു ഒരുക്കവും രൂപാന്തരവും പരിവർത്തനവും ഉണ്ടാകാൻ വേണ്ടി. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ശാരീരികമായ ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. രണ്ടാമത്തത് ഭൗതികമായ ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം മനുഷ്യന് ഈ 2 കാര്യങ്ങളെയും വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് ജീവിക്കുന്നവരാണ്. ഒന്ന്, ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റും ഭൗതികമായ ഇൻ്റലക്ച്വലായിട്ടുള്ള ഡെവലപ്മെൻറ്റും. എന്നാൽ അടുത്ത 3, 4 കാര്യങ്ങൾ മനുഷ്യർ അത്രമേൽ പ്രാധാന്യം ചിലപ്പോൾ കൊടുക്കാറില്ല. അത് ഒന്ന് മാനസികം, മെൻ്റൽ. നാലാമത്തത് ആത്മീയമാണ്, സ്പിരിച്വലാണ്. അത് പലപ്പോഴും നമ്മൾ അവഗണിക്കാറുണ്ട്. എന്നാൽ ഈ 4 കാര്യങ്ങളിലും ഒരു സമഗ്രമായ വളർച്ച ഉണ്ടെങ്കിലേ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഒരു ബാലൻസിൽ മുന്നോട്ട് പോകാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രം നമുക്ക് വേരൂന്നി നിൽക്കുന്നോ അത്രമാത്രം നമുക്ക് പ്രതിസന്ധികളെ നേരിടുവാൻ സാധ്യമായി തീരും. നമ്മുടെ വേരിൻ്റെ ആഴം കുറയും തോറും ഒരു കാറ്റടിക്കുമ്പോഴോ ചെറിയ രോഗം വരുമ്പോഴോ ചെറിയ പ്രയാസങ്ങളോ ഒരു തടസ്സങ്ങളോ നാളെക്കുറിച്ചുള്ള വ്യക്തതക്കുറവോ ആകുലക്കുറവോ ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇടറിപ്പോവാനായിട്ട് ഇടയാകും, തമ്പുരാനോട് പരിഭവപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഈ 4 തരത്തിലുള്ള വളർച്ചയിലും മുന്നേറുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സമഗ്ര വളർച്ച ഉണ്ടാകുകയുള്ളൂ. ഈ സമഗ്ര വളർച്ച ഉണ്ടായതുകൊണ്ടാണ് സാധു കൊച്ചുഞ്ഞുപദേശി തൻ്റെ മകൻ മരിച്ചിട്ടും നിരാശയിൽ ആണ്ടുപോകാതെ ആ ഉപദേശി പാടിയൊരു പാട്ടുണ്ട്. എന്താണ്? ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹി. അത്രമേൽ വിശ്വാസത്തിൽ ആഴമുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന 4 വളർച്ച, ഫിസിക്കലായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള, അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള, ഇൻ്റലക്ച്വലായിട്ടുള്ള, മാനസികമായ, മെൻ്റലായിട്ടുള്ള, ആത്മീയമായ, സ്പിരിച്വലുമായിട്ടുള്ള 4 തലത്തിലും വേരൂന്നി ഈ വിശ്വാസത്തെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ അവസ്ഥയിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധ്യമായി തീർന്നു. അതുകൊണ്ട് വചനമാണ് നമ്മളെ വഴി നടത്തുന്നത്. വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അളവുകോൽ. അതുകൊണ്ട് ഈ നോമ്പ്, 3 നോമ്പ് വളരെ ചെറിയ നോമ്പാണ്. പക്ഷേ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി വളരെ വിശുദ്ധിയോടുകൂടി നോക്കേണ്ട ഒരു നോമ്പ് തന്നെയാണല്ലോ. പ്രത്യേകിച്ച് ഇന്നത്തെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് നമ്മൾ യോനയുടെ ജീവിതത്തിലൂടെ കടന്നുപോയി ആരുടെ സ്നേഹത്തെ കാണുകയും ദൈവത്തിൻ്റെ യഹോവയുടെ കരുണയെ നമ്മൾ കാണുവാനായിട്ട് ഇടയാകുന്ന അനുഭവമാണല്ലോ. യോന പ്രവാചകനെ പറ്റി നിങ്ങൾക്ക് അറിയാം. ഏകദേശം BC 780-നും 800-നും ഇടയിൽ 2-ാം യെഹോരാബാമിൻ്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന നസ്രയത്തിന് സമീപത്തുള്ള അവിടെ അമത്യായുടെ മകനായിട്ട് ജീവിച്ച വ്യക്തിയാണ് ആര്? യോന എന്ന് പറയുന്നത്. ദിവസത്തെ യോനയെക്കുറിച്ച് പറയുന്ന സൂചകവാക്യം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 25-ാം വാക്യം. അവിടെ അസ്രിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ നിനവ എന്ന് പറയുന്നത്. അവിടെ ഈ നിനവ
അവിടുത്തെ ജനങ്ങൾ ബാബിലോൺകാരായിരുന്നു. ഇത് പറയുന്നത് ഉൽപ്പത്തി ദിവസം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ. അവർ ഈ അശോര ദൈവക്കളെ ഒക്കെ ഇങ്ങനെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം. നഗരമൊക്കെ വലിയ സമ്പൽ സമൃദ്ധിയില്ല, വലിയ മഹത്വവും സൗന്ദര്യവും ഒക്കെ പ്രശസ്തിയൊക്കെ ആർജിച്ച് നിൽക്കുന്ന ഒരു സമയം. നഹൂം പ്രവാചകൻ നിനവയുടെ നാശത്തെപ്പറ്റി ഒക്കെ പറയുന്നുണ്ട്. ചതിയും കളവും ഒക്കെ നിറഞ്ഞ നഗരത്തെപ്പറ്റി നഹൂം പ്രവാചകൻ അവർക്ക് പ്രവചനം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ സെഫന്യാ പ്രവാചകൻ നാശത്തെക്കുറിച്ചൊക്കെ പ്രവചിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ ക്രൂരത്വത്തെപ്പറ്റിയൊക്കെ പ്രവചിക്കുന്നുണ്ട്. ആമുഖമായിട്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ യോനയുടെ പുസ്തകം എത്ര അധ്യായങ്ങളാണ്? 4 അധ്യായങ്ങൾ. ആ ഭാഗം ഒന്ന് എടുത്തു വെക്കുക. ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഈ 4 അധ്യായത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അനുസരണക്കേടിനെ കുറിച്ച് രക്ഷ പ്രാപിക്കുമെന്നും ദൈവജനം അത് പ്രാപിച്ച ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി അതിനായിട്ട് വഴി ഒരുക്കണമെന്നുള്ള ഒരു സന്ദേശം ഇവിടെ പറയുന്നുണ്ട്. കുറെ കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ജാതികൾക്ക് പോലും ദൈവം ജീവദായകമായ മാനസാന്തരം നൽകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ 4 അധ്യായത്തിലൂടെ നമ്മളൊന്ന് ഉടനീളം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. നിനവയിലെന്നോണം ഞങ്ങളിൽ അലിയണമേ, വിമുഖത പാപികളാം ഇവരിൽ കാട്ടിടരുതേ. അൻപുടയോനെ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാൻ ഇല്ലയോ മറ്റൊരു വാതിൽ. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ എന്താ പറയുന്നത്? അമത്യയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവേയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അല്ലേ? അവരുടെ അരിഷ്ടത അല്ലെങ്കിൽ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. യോന പ്രവാചന പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇവിടെ അമത്യയുടെ മകനായ യോന, അത് 2 രാജാക്കന്മാർ 14-25 പറയുന്ന. അപ്പം ദൈവസന്ദേശം വഹിക്കുന്ന പ്രവാചകൻ ആരായിരിക്കണമെന്ന് ഈ 2 പേരുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ പേരിൻ്റെ അർത്ഥങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. യോനയുടെ പിതാവിൻ്റെ പേരെന്താ? അമത്യ. അമത്യയുടെ വാക്കിൻ്റെ അർത്ഥം എന്താ? എൻ്റെ സത്യം. അപ്പോൾ പ്രവാചകൻ സത്യത്തിൻ്റെ പുത്രനാണ്. അതേപോലെ തന്നെ പ്രവാചകൻ നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കണം. യോന എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? പ്രാവ്. നമുക്കറിയാം ദൈവത്തിൻ്റെ പ്രവാചകർക്കുള്ള ശരിയായ പേരാണിത്, അല്ലേ? പ്രാവിൻ്റെ സ്വഭാവം എന്താണ്? വിശുദ്ധിയും നിഷ്കളങ്കതയൊക്കെ നമ്മൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? പ്രാവിന്. എന്താണ് ഈ യഥാർത്ഥമായ ദുഷ്ടത എന്ന് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ യോനയുടെ ജീവിതത്തെ ഒന്ന് നമ്മൾ ഇന്നിപ്പോൾ പരിശോധിച്ച് നോക്കുക. യോനയും ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മളിന്ന് പരിശോധിക്കുക. എവിടൊക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ നോക്കുക. ഇപ്പം യഥാർത്ഥത്തിൽ അതിനു മുമ്പായിട്ട് ഈ ദുഷ്ടത എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാന ലംഘനമാണ് ഈ പാപം, ദുഷ്ടത എന്നൊക്കെ പറയുന്നത്. ഈ സ്നാന സമയത്ത് നമ്മളൊരു പ്രതിജ്ഞ എടുത്തായിരുന്നു. എന്തായിരുന്നു? സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു, അല്ലേ? എന്നാൽ ഈ ഭൗതിക ജീവിത മോദങ്ങളിലൊക്കെ പലപ്പോഴും നമ്മളത് മറന്ന് പോകാറുണ്ട്, നമ്മളത് ലംഘിക്കാറുണ്ട്. മശിഹായെ നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. ദൈവം പാപത്തെ അറിയുന്നു, അവൻ്റെ മുമ്പിൽ മറവായി യാതൊന്നുമില്ല. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനായ ദൈവം നമ്മുടെ പാപങ്ങൾക്കനുസൃതമായി ശിക്ഷ നൽകും. ഇവിടെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ യോന എങ്ങോട്ടാണ് പുറപ്പെടുന്നത്? നിനവിലേക്ക് പോയോ? ഇല്ല. അവിടെ കാണുന്നു, എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയിക്കൊള്ളുവാൻ അതിൽ കയറി. അപ്പം നിനിവയിലേക്ക് പോകാതെ യോന തർശീശിലേക്ക് ഓടിപ്പോകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം? പല കാരണങ്ങളുണ്ടായിരിക്കാം, അല്ലേ? വളരെ ദീർഘമേറിയ യാത്രയായിരിക്കാം. ജീവിതം തന്നെ അപകടത്തിലാകും എന്ന് ആര് ചിന്തിച്ചിരിക്കാം? യോന ചിന്തിച്ചിരിക്കാം.
നിനവക്കാർക്ക് രക്ഷയുണ്ടാകുന്നതിൽ ആർക്ക് താല്പര്യമില്ല? യോനയ്ക്ക് താല്പര്യമില്ല. അതേപോലെ അസിറിയ എക്കാലവും ഇസ്രായേലിൻ്റെ ശത്രുക്കളായിരുന്നു, കാരണം തലസ്ഥാനം നിനവയാണ്. അതുകൊണ്ടും പിന്നെ അനുസരണം കെട്ട പ്രവാചകനെന്നും ഒബ്സ്റ്റണൻ്റ് പ്രവാചകനെന്നും ഡിസൊബീഡിയൻ്റ് പ്രവാചകനെന്നും ഒക്കെ യോനയ്ക്ക് ചില അനുസരണം കെട്ട പ്രവാചകനെന്ന് ചാർത്തി കൊടുത്തിട്ടുമുണ്ട്. അതേപോലെ തന്നെ വലിയ മാനസിക സംഘർഷത്തിന് അടിമയായിരിക്കാം, അല്ലേ? ഇന്ന് ഇവിടെ വന്ന നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ യഹോവ എന്താ യോനോട് പറഞ്ഞത്? അവർക്കെതിരായി പോയി സംസാരിക്കാനാവും. അവരെ അരിഷ്ടത എൻ്റെ അടുക്കൽ വന്നു, അവർക്കെതിരായി പോയി സംസാരിക്കണം. അവിടെ രാജാവുണ്ട്, അവിടെ ഒരു സൈന്യമുണ്ട്, അവിടുത്തെ ജനമുണ്ട്. ഇവർക്കെതിരെ പോയി സംസാരിച്ചാൽ ജീവൻ തന്നെ അപകടത്തിലാവും. അതേപോലെ തന്നെ യോന പ്രവാചകൻ്റെ കണക്കൂട്ടൽ, ഇവിടെയാണ് നമ്മുടെ കണക്കൂട്ടലും തമ്പുരാൻ്റെ കണക്കൂട്ടലും തമ്മിൽ അന്തരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നടന്നില്ലെങ്കിൽ നമ്മൾ പിറുപിറുക്കാറുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നു എന്നുള്ളത്. പക്ഷേ അപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നോ എന്ന് നമ്മൾ ഒന്ന് മറിച്ച് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. എനിക്ക് കിട്ടിയില്ലല്ലോ എന്നിടത്തുള്ള പരിഭവത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. മറ്റുള്ളവർ നന്നായിട്ട് ജീവിക്കുന്നത്, എനിക്കത് കിട്ടിയില്ലല്ലോ. നമ്മൾ സൗഭാഗ്യങ്ങൾ വെച്ചാണ് എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ യോനാ പ്രവാചനം അതുപോലുള്ള കണക്കൂട്ടലുകളാണ്. അപ്പം നമ്മളും ദൈവവും തമ്മിലുള്ള കണക്കൂട്ടലുകളുടെ അന്തരം ഒന്ന് തിരിച്ചറിയുക. ഇവിടെയാണ് ഇവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് യോന വിചാരിക്കുക. അതേപോലെ ഒരു വലിയ പ്രവാചകൻ എന്ന പേരെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുക. സാമ്പത്തികമായിട്ട് വളരെ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, അതേപോലെ തന്നെ അധികാര സ്ഥാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ തടസ്സമുണ്ടാകും നിനിവേ ചെന്ന് അവർക്കെതിരായിട്ട് സംസാരിച്ചാൽ. പക്ഷേ ദൈവം അവൻ്റെ യാത്ര മുമ്പോട്ട് നയിച്ചില്ല. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിയുന്നതായിട്ട് നമ്മൾ ഈ അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധ്യമായി തീരും. അപ്പോൾ യോനയിൽ കാണുന്ന പ്രമാദങ്ങൾ എന്തൊക്കെയാണ്? യോനയിൽ ചില കുഴപ്പങ്ങൾ കാണുന്നുണ്ട്, അല്ലേ? ഒന്ന്, അനുസരണക്കേടും മറുതലിപ്പും. രണ്ട്, അനുസരണക്കേടിൻ്റെ പിന്നിൽ ഒരു നിഗളമുള്ളതായിട്ട് കാണും. അത് ഈ അധ്യായങ്ങളിലൂടെ നമ്മളിപ്പോൾ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും യോനയുടെ നിഗളം എന്താണെന്നുള്ളത്. യോന ഒരു പരിധി വരെ സ്വയം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആളാണ്, അല്ലേ? നമ്മളും പലപ്പോഴും ഞാനെന്ന ഭാവത്തിൽ സ്വയം കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ, അവരുടെ അഭിപ്രായങ്ങളെ കേൾക്കാതെ ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാതെ ഒക്കെ മുന്നോട്ട് പോകാറുണ്ട്. നാലാമത്, യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടി പോകുക വഴി വിശ്വാസക്കുറവും വിഡ്ഢിത്തരവും കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അഞ്ചാമത്, യോനയുടെ പാപത്തിന് പണവും സമയവും അവിടെ ചിലവാക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കൂലി കൊടുത്ത് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുക. അപ്പോൾ സാഹചര്യം എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. അപ്പോൾ യോന കടന്നു വരുമ്പോൾ നിനിവേയിലേക്കുള്ള കപ്പൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് പകരമായിട്ട് അവിടെ തർശീശ് നല്ല ആഡംബര കപ്പൽ അവിടെ ഉണ്ടായതുകൊണ്ട് യോനയുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു, അനുകൂലമായ സാഹചര്യവും അതായിരുന്നു. യോന യോപ്പ എന്ന തുറമുഖ പട്ടണമൊക്കെ അവിടെ തന്നെ. എന്നിട്ട് യോന ആ ആഡംബര കപ്പലിൽ കയറുവാനായിട്ട് ഇടയാകുക. സാഹചര്യം ഒക്കെ ഒത്തുവന്നു. യോനയ്ക്കറിയാം ദൈവം ദയുള്ളവനും കരുണയുള്ളവനുമാണ്, അല്ലേ? നമുക്കും അതറിയാം. അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഭയം തോന്നാത്തത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്താലും ഭയം തോന്നാത്തത് അതുകൊണ്ട് തന്നെയല്ലേ. യോനയ്ക്കറിയാം ദൈവം ദയുള്ളവനും കരുണയുള്ളവനുമാണ്. നിനവ അനുതപിച്ചാൽ അവരോട് ക്ഷമിക്കുമെന്ന് ആർക്കറിയാം? യോനയ്ക്ക് നല്ലവണ്ണം അറിയാം. അപ്പം യോന ഇപ്രകാരം മനസ്സ് ചിന്തിക്കുക. എന്താ യോന മനസ്സ് ചിന്തിക്കുന്നത്? എന്താ? ഇത് എന്നെ വളരെയധികം ദുഃഖിപ്പിക്കും. ഞാൻ ജനത്തോട് വചനങ്ങൾ പറയും, അത് അസത്യമെന്ന് തെളിയും. നഗരം അതിൻ്റെ പാപം കാരണം നശിക്കുമെന്ന് ഞാൻ വിളിച്ചു പറയും, എന്നാൽ നഗരം നശിക്കപ്പെടുത്തുമില്ല. എൻ്റെ വചനം അസത്യമാണെന്ന് തെളിയും, ഞാൻ അപമാനിതനായി തീരുകയും ചെയ്യും. ഇതാണ് ഇങ്ങനെ യോന ഇങ്ങനെ അലട്ടുന്നത്. യോന ഇതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ അന്തസ്സും എൻ്റെ മഹത്വവും എൻ്റെ സ്ഥാനവും എൻ്റെ പ്രവചനത്തിൻ്റെ ആദരവും അത് കാത്തു സൂക്ഷിക്കാൻ നല്ലത് ഞാൻ പോകാതിരിക്കുന്നതാണ്. ഇതാണ് യോനയുടെ മനസ്സിലൂടെ പോകുന്ന കണക്കുകൂട്ടലുകൾ. 1-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പിന്നീട് കാണുന്ന എന്താ? പിന്നീട് ഒരു പെരുങ്കാറ്റും കൊടുങ്കാറ്റും ഒക്കെ കാണുന്നുണ്ടല്ലേ. കൊടുങ്കാറ്റും ആടി ഉലഞ്ഞ കപ്പലും ഇപ്പോൾ യോനയുടെ ജീവിതാനുഭവത്തിൽ ചേരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസവും നൊമ്പരവും ഒക്കെ വരുമ്പോൾ എപ്പോഴും ഉള്ളതുപോലാണോ? അല്ലല്ലോ. എല്ലാം ആകെ അങ്ങ് ഇളകി മറിഞ്ഞ അവസ്ഥയായിരിക്കും.
എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലാണോ നമ്മൾ ഈ പ്രയാസവും നൊമ്പരും ആകുലതയും വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ? അല്ല. നമ്മുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടും. നെഞ്ചിടിപ്പും കണ്ണുനീരുമൊക്കെ അറിയാതെ ധാരധാരയായിട്ട് വരും. നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളും നമ്മൾ ഇരുന്ന് അല്ലെങ്കിൽ പോയി പ്രാർത്ഥിക്കുന്ന ഇടങ്ങളുമൊക്കെ കൂടുവാനും വർദ്ധിക്കുവാനും ഇടയാകും. ഇവിടെ നോക്കിയേ, കൊടുങ്കാറ്റും ആടി ഉലഞ്ഞ കപ്പലും അത് യോനയുടെ ഉള്ളിൽ നടക്കുന്ന സംഭവം പോലെ അത്ര പ്രക്ഷുബ്ധമായിട്ട് നടക്കുകയും. അവിടെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയ ഒരു കോള് ഉണ്ടാക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അനുസരിക്കുന്ന ജീവജാലങ്ങളെയും അനുസരിക്കാത്ത മനുഷ്യനെയും കാണാൻ സാധിക്കും, അല്ലേ? എല്ലാം ആരെ അനുസരിക്കുന്നുണ്ട്? ദൈവത്തെ, യഹോവയെ അനുസരിക്കുന്നുണ്ട്, അല്ലേ? കാറ്റ്, തിമിംഗലം, സൂര്യന്, പുഴുവ്, ആവണക്ക്, ഇതെല്ലാം ആരെ അനുസരിക്കുക? ദൈവത്തെ, യഹോവയെ അനുസരിക്കുക. പക്ഷേ ഇവിടെ ആരനുസരിക്കുന്നില്ല? മനുഷ്യൻ ഇവിടെ അനുസരിപ്പാനായിട്ട് ഇടയാകുന്നില്ല. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കപ്പലുകാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു, അല്ലേ? കപ്പലുകാർ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. ഓരോരുത്തൻ താൻ താൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാനുള്ള പരിശ്രമം ചെയ്തു. അപ്പം പ്രാർത്ഥനയോടൊപ്പം എന്തോ ഉണ്ടാകണം? പരിശ്രമം ഉണ്ടാകണം. പക്ഷെ പലപ്പോഴും നമ്മുടെ ചിന്ത എന്താ? പ്രാർത്ഥിച്ചാൽ മാത്രം കാര്യം നടക്കുമെന്നുള്ള, അല്ലേ? നമ്മൾ ഒരു നാട്ടുഭാഷയുണ്ട്, നാം പാതി പാതി. നമ്മൾ അത്രമേൽ അധ്വാനിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നതിന് ദൈവം തന്നെ എന്തോ ചെയ്യും? പ്രതിഫലം തരും. നമ്മൾ അലസന്മാരായിട്ട് ഇരുന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവം പ്രതിഫലം തരുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഭയവും പ്രാർത്ഥനയുടെ അനുഭവത്തിൽ എത്തിപ്പാനായിട്ട് ഇവിടെ ഇടയാകുന്ന ഒരു സാഹചര്യമുണ്ട്. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നു, ആ സമയത്ത് യോന എന്തോ ചെയ്യുക? അടിത്തട്ടിൽ കിടന്ന് കടല് ക്ഷോഭമുണ്ടായി കപ്പലുകാരൊക്കെ നിലവിളിക്കുമ്പോൾ യോന പോയി അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുക. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്ന് ഇറങ്ങി നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ഇപ്പം കപ്പിത്താൻ യോനോട് 3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാ ഈ കപ്പിത്താൻ വന്ന് യോനോട് ചോദിക്കുന്ന കാര്യങ്ങൾ? നീ ഉറങ്ങുന്നത് എന്ത്? 2, എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. 3, എന്താ? നാം നശിച്ച് പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ കടാശിക്കും. അപ്പം യോനേക്കാൾ വിശ്വാസം അവിടെ ആർക്കുണ്ട്? ഈ കപ്പിത്താനുണ്ട്. അപ്പം നമ്മൾ ചിന്തിച്ചോണം, നമ്മൾ കൂടുതൽ ദേവാലയത്തോട് അടുത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് നമുക്കാണ് കൂടുതൽ വിചാരിക്കരുത്. ആരെയും നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ യോന എന്ന പ്രവാചകനേക്കാൾ ആ സമയത്ത് വിശ്വാസം ആരിലുണ്ട്? ഈ കപ്പിത്താൻ ഉണ്ടാകുവാനായിട്ട് ഇടയാക്കുക. 1-ാം അധ്യായം 7-ാം വാക്യം അവിടെ എന്താ കാണുന്നത്? അവിടെ നാവികർ എന്തോ ചെയ്യുക? ചീട്ടിടുകയാണ്. ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് ആർക്ക് വീണു? യോനയ്ക്ക് വീണു. തുടർന്ന് 8-ാം വാക്യത്തിൽ യോനയോടുള്ള നാവികരുടെ ചോദ്യമുണ്ട്. വളരെ ശ്രദ്ധേയമായ ചോദ്യം. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ? 1, എന്താ? നിന്റെ തൊഴിൽ എന്ത്? 2, നീ എവിടെ നിന്ന് വരുന്നു? 3-ാമത്തെ ചോദ്യം എന്തുവാ? നിന്റെ നാട് ഏത്? 4-ാമത്തെ എന്തുവാ? നീ ഏത് ജാതിക്കാരൻ? ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ എന്തോ പറയും? ഈ ഇരിക്കുന്ന ഇത്രയും പേരോട് ഞാൻ ചോദിക്കുകയാണ്, നിന്റെ തൊഴിലെന്ത്? നമ്മൾ പറയും എന്തുവാ? ഹൗസ് വൈഫാണ്, റിട്ടയർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ബാങ്കിലായിരുന്നു, അല്ലെങ്കിൽ ഇന്നടത്തായിരുന്നു, അന്ന് പല ഉത്തരങ്ങൾ പറയാനുണ്ട്. നീ എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലപ്പേരൊക്കെ പറയാനുണ്ട്. അല്ലെങ്കിൽ നിന്റെ നാട് ഏതെന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നമ്മൾ പറയുന്ന പോലെ അല്ലെ കോട്ടയത്തു നിന്നോ അല്ലെ പാമ്പാടി എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നീ ഏത് ജാതിക്കാരെന്ന് ചോദിച്ചാൽ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് ഉത്തരവുണ്ട്. അപ്പം ഈ ചോദ്യം ഇന്നും പ്രസക്തം. യോനയോട് ഈ കപ്പലിലുള്ള കപ്പിത്താൻ ഉൾപ്പെടെയുള്ളവർ ചോദിച്ച ചോദ്യം ഇന്നും ഈ 4 ചോദ്യം നമ്മളോട് ചോദിച്ചാലും ഇന്ന് പ്രസക്തമാണ്. അപ്പോൾ നിന്റെ തൊഴിലെന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ സാക്ഷിക്കുക. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് വരുന്നു. നിന്റെ നാടേതെന്ന് ചോദിച്ചാൽ എൻ്റെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നീ ഏത് ജാതിക്കാരെന്ന് ചോദിച്ചാൽ ഞാൻ ക്രിസ്ത്യാനി, ദൈവത്തിൻ്റെ അനുയായി എന്ന് പറയുവാനായിട്ട് ഇടയാകണം. പക്ഷേ യോന നൽകുന്ന ഉത്തരം കാണുന്നതിന് നമ്മളൊന്ന് ശ്രദ്ധ പതിപ്പിച്ച് യോനയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ യോന പറയുന്ന ഉത്തരം എന്താ?
ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. 1-ാം അധ്യായം 9-ാം വാക്യം അല്ലേ? അപ്പം ഞാൻ എബ്രായൻ. എന്തുകൊണ്ടായിരിക്കും യോന അങ്ങനെ പറയാൻ കാരണം? ഞാൻ എബ്രായൻ. മറ്റു മതത്തെക്കാൾ എബ്രായ മതത്തിന് ഒരു മാന്യതയും സ്ഥാനവും ഒക്കെ ഉണ്ട് എന്ന് ആർക്കറിയാം? യോനക്കറിയാം. ഇപ്പോൾ ഒരു അഹംഭാവം ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എബ്രായൻ എന്ന് പറയാനായിട്ട് ഇടയായത്. ഞാൻ സ്വർഗീയ ദൈവമായ യഹോവ, അല്ലെങ്കിൽ പല ദൈവങ്ങളിൽ അവർ വിശ്വസിച്ച അവരാണ് ഈ കപ്പലിലുള്ളവരെന്ന് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടു. താൻ്റെ ദൈവങ്ങളെയും ദേവന്മാരും ഒക്കെ അവരോട് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ പല ദൈവത്തിൽ വിശ്വസിക്കുന്നവർ കപ്പലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യേക ദൈവം ഏതെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വർഗീയ ദൈവമായ യഹോവ എന്ന് അവിടെ യോന കൂട്ടിച്ചേർക്കുവാനായിട്ട് ഇടയാകുന്നു. 1-ാം അധ്യായം 11-ാം വാക്യം നോക്കി. സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചു, സമുദ്രം അടക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. യോന എന്തോ ചെയ്യുക? ഇവിടെ പരിഹാരമാർഗം നിർദ്ദേശിക്കുക. യോന പറയുന്നത് എന്തുവാ? 1-ാം അധ്യായം 12-ാം വാക്യം. എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയുവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അപ്പം ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും സാധ്യമല്ല എന്ന് ഈ ഒരു മൂവ്മെൻറ്റിൽ ആർക്ക് മനസ്സിലായി? യോനയ്ക്ക് മനസ്സിലായി. ഈ ചില സാഹചര്യങ്ങളാണ് നമുക്ക് ചില തിരിച്ചറിവ് നൽകുന്നത് അല്ലേ? ആ ഒരു മൊമെൻറ്റിൽ എത്തുന്നിടം വരെ നമുക്ക് എന്തെങ്കിലും തിരിച്ചറിയുമോ? ഇല്ല. വാഹനം അശ്രദ്ധമായിട്ട് ഓടിച്ച് കഴിഞ്ഞ് ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാലേ ചില തിരിച്ചറിവ് വരത്തുള്ളൂ. ആ വാഹനം അമിത വേഗത്തിൽ ഓടിക്കരുതെന്നും അശ്രദ്ധമായിട്ട് ഓടിക്കരുതെന്നും. പക്ഷെ അതിലേക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് ആക്സിഡൻറ്റ് വരാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും? ഈ പരിപാടി ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെയാണ് ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ. ചില മൊമെൻറ്റിലെത്തുമ്പോൾ ഇനിയും രക്ഷയില്ല, ഇനിയും മാനസികമായിട്ടൊന്നും ചെയ്യാനില്ല, ദൈവത്തിന് മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് തിരിച്ചറിയും. ഇവിടെ 14-ാം വാക്യം, 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ കപ്പലുകാരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ കപ്പലുകാരുടെ പ്രാർത്ഥന? അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. അല്ലേ? നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരരുത്. ഇതാരുടെ പ്രാർത്ഥനയാണ്? കപ്പലുകാരുടെ പ്രാർത്ഥനയാണ് അല്ലേ? 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പിന്നെ അവർ യോനയെ സമുദ്രത്തിൽ ഇട്ട് കളയുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. ആമുഖമായിട്ട് അതിനെപ്പറ്റി അനൂപബ്രാഹച്ചൻ പറയുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൽ നിന്ന് അഥവാ ലക്ഷ്യത്തിൽ നിന്നുമുള്ള ഈ അകൽച്ചയാണ് ഈ പാപം എന്ന് പറയുന്നത്, ഹെമട്രിയ. അപ്പോൾ ഈ പാപത്തെ അനുതാപത്തിലൂടെ മാനസാന്തരത്തിലൂടെ നാം എറിഞ്ഞു കളയുവാനായിട്ട് ഇടയാകണം. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 31-ാം വാക്യം. അവിടെ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പോൾ അവർ യഹോവയെ ഭയപ്പെട്ടു, യഹോവയ്ക്ക് യാഗം കഴിച്ച നേർച്ചകളും നേർന്നു. എപ്പോഴത്? ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ്. അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട സമയത്താണ് അവർ ആ വിധത്തിൽ ചെയ്യുന്നത്. ഞാൻ മുന്നമേൽ ഓർമ്മിപ്പിച്ചതുപോലെ പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടും, പ്രാർത്ഥനയുടെ ശൈലി മാറും, അറിയാതെ കണ്ണുനീർ കൂടുതൽ പൊഴിപ്പാനായിട്ട് ഇടയാകും. 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ചയച്ചു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യോനയുടെ പ്രാർത്ഥനയുണ്ട്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ. അവിടെ എപ്പോഴാണ് യോന പ്രാർത്ഥിച്ചത്? ഇപ്പം പറഞ്ഞ പോലെ കഷ്ടതയിലാണ് യോന പ്രാർത്ഥിപ്പാനായിട്ട് ഇടയാകുന്നത്. 120-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. അപ്പം കഷ്ടതയിലാണ് ആര് നിലവിളിക്കുന്നത്? യോന നിലവിളിക്കുന്നത്. നമ്മളും അത് തന്നെ. അതേപോലെ തന്നെ പാപബോധത്തിലാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അതേപോലെ 51-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദാവീദ് നിലവിളിച്ചുകൊണ്ട് പറയുന്നതാണ്. എന്താ പറയുന്നത്? നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. യോനയുടെ മനസ്സിലൂടെ ഇതെല്ലാം കടന്നു പോകുന്നുണ്ടാവും. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടവനാണ്, തൻ്റെ പാപം ജീവിതത്തിൽ വന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പാപബോധത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. അതേപോലെ വിമോചനത്തിലുള്ള ഒരു പ്രത്യാശ മാർഗം ദർശിച്ചപ്പോഴാണ് യോന കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്നത്. പ്രതിസന്ധിയിൽ നിന്നും കഷ്ടതയിൽ നിന്നും രക്ഷിക്കണമെന്നുള്ള ഒരു പ്രത്യാശ ഇവിടെ ഹൃദയത്തിൽ ഉണ്ടാകുകയാണ്. ഇപ്പം യോന ഇവിടെ എവിടെ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്? മത്സ്യത്തിൻ്റെ
വയറ്റിൽ കിടന്നുകൊണ്ടാണ്. യാതൊരു സ്ഥലവും പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അന്യമല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും, അല്ലേ? അവിടെയുമല്ല ഇവിടെയുമല്ല, ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്നൊരു കാലം വരുമെന്നൊക്കെ ആരോട് പറയുന്നുണ്ട്? കനാന്യക്കാർ സ്ത്രീയോട് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ദേവാലയത്തിലും നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാവണം, അല്ലേ? നമ്മുടെ ഉള്ളിൽ നമ്മൾ ദേവാലയ തുല്യമായിട്ട് ജീവിക്കാനായിട്ട് ഇടയാകണം, ആ വിശുദ്ധിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇടയാകണം. അപ്പോൾ ആരോടാണ് യോന പ്രാർത്ഥിക്കുന്നത്? കർത്താവായ തൻ്റെ ദൈവത്തോട്. അവൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടി അകന്നവനാണ്. ചെയ്ത അപരാധത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആർക്ക് ബോധ്യമുണ്ട്? യോനയ്ക്ക് ഈ നിമിഷത്തിൽ ബോധ്യമുണ്ട്. ഈ മത്സ്യത്തിൻ്റെ കപ്പലിൽ നിന്ന് എറിയപ്പെട്ടപ്പോഴും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോഴും ഈ കഷ്ടതയെപ്പറ്റിയൊക്കെയുള്ള നല്ല ബോധ്യമുണ്ട്. എന്തായിരുന്നു അവൻ്റെ പ്രാർത്ഥനയെന്ന് 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. നീ എന്നെ സമുദ്രത്തിൽ മധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. യോനയുടെ മനസ്സിലൂടെ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം യോന വളരെ നിരാശയില്ല. ഇവിടെ പറയുന്നു, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് നിരാശയിൽ നിന്ന് ആശ്രയത്തിലേക്കുള്ള മാറ്റമാണ് 2-ാം അധ്യായം 5-6 വാക്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നു. നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദുഃഖങ്ങളും പ്രയാസവും കഷ്ടതയൊക്കെ വരുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുവാൻ ഇടയാകണം. ഒരിക്കലും ഈ രോഗവും പ്രയാസവും കഷ്ടതയും മാറ്റി തരണമെന്നാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. ഇന്നത്തെ ഈ പ്രോസ്പെരിറ്റി തിയോളജിയാണ് ഇന്ന് എല്ലാം സൗഖ്യം എല്ലാം മാറ്റിത്തരുന്നത്. നമ്മൾ പറയുന്നത് എന്താ? ദൈവമേ, ഏത് പ്രയാസമാണെങ്കിലും ഏത് കഷ്ടതയാണെങ്കിലും എന്ത് ദുഃഖമാണെങ്കിലും അതിലൂടെ കടന്നു പോകാനുള്ള കൃപ തരണമെന്നുള്ള ഈ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ല രോഗം മാറ്റി തരണമെന്നുള്ളതല്ല. ആരുടെ ഇഷ്ടമാണ്? ദൈവത്തിന് ഇഷ്ടമാണ്. ക്യാൻസർ വന്നു, ക്യാൻസറിലൂടെ മുന്നോട്ട് പോയി മരിക്കേണ്ടി വന്നാൽ പോലും അത് ആരുടെ പദ്ധതിയാണ്? നമുക്ക് എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടാണ്? അല്ല, അത് നമുക്ക് നൽകിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കണ്ട് നമ്മൾ ആ രോഗത്തിൻ്റെ അനുഭവത്തിലും പ്രത്യാശയോടെ മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവരും നമ്മുടെ കുടുംബത്തിലുള്ളവരും കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമുക്കുള്ള നിക്ഷേപം എവിടെ ഒരുക്കും? സ്വർഗത്തിൽ ഒരുക്കുവാനായിട്ട് ഇടയാകും. അല്ലാതെ എനിക്കെന്ത് കൊണ്ട് വന്നു, ഈ രോഗം വന്നത് എൻ്റെ കുറവുകൊണ്ടാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമോ? ഒന്നുമല്ല. നമ്മുടെ ഏറ്റവും ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? ഏറ്റവും വലിയ വരദാനം എന്താ? കഷ്ടതയാണ്. പ്രയാസത്തിലൂടെ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ പോകുവാനുള്ള ദൈവിക കൃപ തരണമെന്നേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അർഹതയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ 42:4 പറയുന്നുണ്ട്, എൻ്റെ ദേഹി രഹസ്യമായ സങ്കടത്താൽ ഉരുകിപ്പോകുന്നു. യോനെല്ലാം ഇതിങ്ങനെ ദുഃഖത്തെ ഇങ്ങനെ തരണം ചെയ്യുവാനായിട്ട് യോനയുടെ മനസ്സിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ പ്രയാസവും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ അതെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ചിന്തിക്കണം. ചിലരുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് പ്രയാസമാണെങ്കിലും വളരെ പുഞ്ചിരിയോടുകൂടിയാണ് മറുപടി പറയുന്നത്. ആരുമില്ലായിരിക്കും, മക്കളെല്ലാം വിദേശത്തായിരിക്കും, പക്ഷേ രോഗത്തിലും പ്രയാസത്തിലും ഇരിക്കുക, സാമ്പത്തികമുണ്ട്, കൊണ്ടുപോകാനൊക്കെ ആളുണ്ട്, പക്ഷേ ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്നാലും വളരെ പ്രത്യാശയോടെ മറുപടി പറയും. അല്ലെങ്കിൽ ശാരീരികമായി വളരെ ക്ലേശത്തിലും സാമ്പത്തിക ക്ലേശമുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോഴും ചില സ്ഥലങ്ങളിൽ, ചില റെയറായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വളരെ പ്രത്യാശയോടെ മറുപടി പറയുന്നവർ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിശ്വാസത്തിൻ്റെ ആഴം അത്രമേൽ വേരൂന്നി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വന്നാലും അവരെ അത് അലട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് ഒരു പ്രസിദ്ധനായ കൺവെൻഷൻ അത് പറയുന്ന ഒരു കാര്യമുണ്ട്. 10 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. സങ്കടം വെളിച്ചത്ത് കൊണ്ടുവന്ന ധൈര്യമായതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കണം. ആരെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മുടെ സങ്കടം ആരോടെങ്കിലും പറയാറുണ്ടോ? പലപ്പോഴും വന്ന് നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അച്ഛാ ആരും അറിയരുതെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അച്ഛാ അച്ഛനോട് മാത്രം പറയുകയാണ് ഈ കാര്യം ആരോട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. ഞങ്ങൾക്കിങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്ന് ആരും അറിയാൻ അച്ഛൻ മാത്രം അറിഞ്ഞാൽ മതി. അതൊറ്റയ്ക്ക് അത് എങ്ങനെങ്കിലും അത് മനസ്സിൽ പേറി മുന്നോട്ട് പോകാനായിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് അത് അഭിമുഖീകരിക്കാൻ ശ്രമിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ ദൈവത്തോട് ചോദിച്ച് അത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും വേണം. ഒരാളോട് പിണങ്ങിയിരുന്നാൽ ദൈവം അത് ശരിയാക്കുമെന്നാണോ? അല്ല കാലാന്തരത്തിൽ ശരിയായിക്കൊള്ളൂ എന്നാണോ? അല്ല, അവനോട് പോയി സംസാരിച്ചത് പരിഹരിക്കണ്ടേ, ഒരു ശ്രമം ഉണ്ടാകണ്ടേ. ആ സങ്കടം ദൈവത്തിൽ സമർപ്പിക്കണം. നാലാമതൊരു സ്നേഹിതനോട് അത് പങ്കുവെക്കുവാനായിട്ട് ഇടയാകണം. സ്നേഹിതനോട് മാത്രമല്ല, വീട്ടിലുള്ളവരോടും സ്നേഹിതരോടും ബന്ധപ്പെട്ടവരോടും ഒക്കെ അത് പങ്കുവെച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. രക്തസാക്ഷിയായി ചമയരുത്.
മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഏതാണ്ട് സഹനം സഹിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കരുത്. മുഖ കണ്ണാടിയുടെ മുമ്പിൽ പോയി അത് ചിരിക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിലും ചിരിക്കുവാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ ചിരിക്കണമെന്ന് തോന്നാത്തപ്പോഴും ലോകത്തിന് മുമ്പിൽ പുഞ്ചിരിക്കുവാനായിട്ട് ഇടയാകണം. എല്ലാം വളരെ പ്രത്യാശയോടെ അതിനെ നേരിടുവാൻ ശ്രമിക്കണം. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, ദുഃഖം പ്രയോജനപ്പെടുത്തുവാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഇടയാകണം. വഹിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയല്ല, സർവ്വകാര്യങ്ങളും പ്രയോജനപ്പെടുത്തുവാൻ ഇത് പ്രയോജനകരമായി തീരണമേ എന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയാകണം. അതേപോലെ സംഭവിക്കുന്ന സകലതും ഒരു പ്രയോജനത്തിനാണ്, ചൈതന്യത്തിനാണ്, ജീവിതത്തിൻ്റെ നല്ലതിനാണ് എന്ന് ചിന്തിപ്പാനായിട്ട് ഇടയാകണം. ഒരു പ്രസംഗൻ 10 കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചേർത്ത് വെക്കുവാനായിട്ട് ഇടയാകണം. 1-ാം അധ്യായം 10-ാം വാക്യം, അവിടെ യോനെ ദൈവം എന്ത് ചെയ്യുക? രക്ഷിക്കുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോടെ കൽപ്പിച്ചിട്ട് അത് യോനെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. അപ്പോൾ സകല ജീവജാലങ്ങളും താഴ്മയോടെ ആരെ അനുസരിക്കുക? യഹോവയെ, ദൈവത്തെ അനുസരിക്കുക. ദൈവ കൽപ്പന അവരനുസരിക്കുക. അപ്പോൾ യോനയുടെ തുടർന്ന് അവിടെ നടക്കുന്ന പ്രസംഗവും മാനസാന്തരവും ഒക്കെയാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ യോനയുടെ കോപം അതിനുശേഷം ഉണ്ടാകുന്നുണ്ട് അല്ലേ? യോനയുടെ പ്രസംഗം ഉണ്ടാകുന്നുണ്ട്. യോനയുടെ പ്രസംഗം എന്താ? ഇനി 40 ദിവസം മായാൽ നിനവ ഉന്മൂലനം, നാശം ഉണ്ടാകുമെന്ന് ആര് ഘോഷിക്കുക? യോന ഘോഷിക്കുക. 3:5 മുതൽ 10 വരെയുള്ള വാക്കിൽ നിനവാക്കാരുടെ അത്ഭുതകരമായ മാനസാന്തരവും ഒക്കെ അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഈ യോനയുടെ കോപം എന്താ? 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു യോനയുടെ കോപം. യോനയ്ക്ക് ഇത് അത്യധികം അനിഷ്ടമായി, അവന് കോപം വന്നു. അപ്പോൾ ദൈവ കരുണ കാണിച്ചത് ആർക്കിഷ്ടമായില്ല? യോനയ്ക്ക് ഇഷ്ടമായില്ല. യോനയിൽ കാണുന്ന ഹീന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? യോന എന്ത് ചെയ്യുക? ആത്മനിയന്ത്രണം വളരെ കുറവാണ്. യോന ദേഷ്യപ്പെടുക. അതേപോലെ തന്നെ ദൈവത്തോട് വളരെ കുറച്ച് മാത്രമേ ബഹുമാനമുള്ളൂ. അത് തുടർന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ മനുഷ്യരോട് വളരെ കുറച്ച് മാത്രമേ പ്രതിബദ്ധത ആർക്കുള്ളൂ? യോനയ്ക്ക് ഇവിടെ നമ്മൾ കാണുന്നുള്ളൂ. അതേപോലെ യോനയുടെ കോപത്തിൻ്റെ കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. തൻ്റെ രാജ്യത്തിൻ്റെ ബഹുമതിക്ക് എന്തോ തടസ്സം, അപഭ്രംശം ഉണ്ടാകും അല്ലേ? അതേപോലെ തന്നെ അവൻ്റെ ബഹുമതിക്ക് തടസ്സം ഉണ്ടാകും. അതേപോലെ നിനവകാരുടെ രക്ഷ ആത്മാർത്ഥമായിട്ട് ആരാഗ്രഹിക്കുന്നില്ല? യോന ആഗ്രഹിക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെ യോനയുടെ കോപത്തിൻ്റെ ശക്തി ഇവിടെ വർദ്ധിക്കുക. ഈ പുറജാതികളായ നിനവാക്കാർക്ക്, അവർക്ക് യഹൂദന്മാരെ പോലെ അവർക്ക് രക്ഷയുണ്ടാകുന്നത് ആർക്കും ഇഷ്ടമല്ല? യോനയ്ക്ക് ഇഷ്ടമല്ല. അതേപോലെ പ്രവചിച്ചതുപോലെ നടന്നില്ലെങ്കിൽ യോനയ്ക്ക് പേരുദോഷം ഉണ്ടാകും. ഇതൊക്കെയാണ് യോനയുടെ ദേഷ്യത്തിൻ്റെ കാരണങ്ങൾ. 4-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ യോന യഹോവയോടുള്ള പ്രാർത്ഥനയുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രാർത്ഥന? എന്താണ്? അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ ഇത് തന്നെ അല്ലയോ? അല്ലേ, എനിക്ക് നല്ലോണം അറിയാം, ഞാനത് യഹോവയോട് പറഞ്ഞതുവാ. അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. അല്ലേ, എക്സ്ക്യൂസ് മുന്നേ അങ്ങ് ന്യായീകരിക്കുക. നീ കൃപയും കരുണയും ദീർഘക്ഷമയുള്ളവനും ദൈവവുമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ പ്രയോജനം ആർക്കുണ്ടായി? യോനയ്ക്കുണ്ടായി. ആ യോന മറ്റുള്ളവരുടെ പ്രയോജനം ഉണ്ടാകുന്നതിൽ ഇവിടെ ദുഃഖിക്കുക, കോപിക്കുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടിപ്പോയതിനെ ഇപ്പോൾ നീതീകരിക്കാനൊക്കെ ശ്രമിക്കുക. ആരെ പോലെ? പരീശന്മാരെ പോലെ അല്ലേ? ഞാൻ അതുകൊണ്ടല്ലയോ യഹോവേ നേരത്തെ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക. അപ്പോൾ സ്വന്തം ബലഹീനതയെ കണ്ടെത്തുവാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. കേൾക്കാൻ ഒരു മനസ്സും കാണത്തില്ല. അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും എടുത്താൽ ഭാര്യ 1 പറയുമ്പോൾ ഭർത്താവ് 4 പറയും, 4 പറയുമ്പോൾ 10 പറയും. എന്നാലൊന്ന് ശാന്തമായിട്ടിരുന്ന് രണ്ടുപേരും ചിന്തിച്ചു കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ചെറിയ കാര്യമായിരിക്കും. പക്ഷേ ആ പറയുന്ന കാര്യത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും തിരിച്ച് 5 പറഞ്ഞ് തിരിച്ച് 10 പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകും. ഇതേപോലെ തന്നെയാണ് യോന ഇപ്പം യഹോവയോട് പറയുന്നത്. ഞാൻ നേരത്തെ ഇതിനല്ലയോ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോന അവിടെ ഏറ്റവും അവസാനം കാണുന്നത് എന്താ? യോന മരിക്കാൻ ആഗ്രഹിക്കുക. 4-ാം അധ്യായം 5-ാം വാക്യം. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. അവിടെ 4-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ എന്താ കാണുന്നത്? അനന്തരം യോന നഗരം വിട്ട് ചെന്ന് നഗരത്തിൻ്റെ കിഴക്ക് വശത്ത് ഇരുന്നു. അല്ലേ, അവിടെ ഇരുന്നിട്ട് എന്തുവാ? അവിടെ ഒരു കുടിലുണ്ടാക്കി.
അല്ലേ? നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണുവോളം അതിന് കീഴെ തണലിൽ പാർത്തു. 4:5 അല്ലേ? ഇപ്പം യോന സ്വന്തം കൈകൊണ്ട് എന്തോ ഉണ്ടാക്കി? കുടിലുണ്ടാക്കി. നമ്മൾ ഇന്ന് സ്വന്തം കൈ കൊണ്ട് നമ്മൾ അധ്വാനം കൊണ്ട് പലതും ഉണ്ടാക്കാറുണ്ട്. ദൈവം അവന് തണലായിട്ട് എന്തോ കൊടുത്തു? മരം കൊടുത്തു. കുടിലുണ്ടാക്കിയത് ആരെ പ്രയത്നമാ? യോനയുടെ പ്രയത്നമാ. കുടിലിനോട് ചേർന്നൊരു മരവും തണലായിട്ട് കൊടുത്തു. അതാറിയാ? യഹോവയുടെ കരുണയാണ്. പക്ഷെ അത് ആര് തിരിച്ചറിഞ്ഞില്ല? യോന തിരിച്ചറിഞ്ഞില്ല. മനുഷ്യൻ്റെ പരിശ്രമം പരിമിതമാണെന്ന് യോന അപ്പോൾ തിരിച്ചറിയുന്നില്ല. ദൈവത്തിൻ്റെ കൃപയാണ് യഥാർത്ഥ ആശ്വാസം. അതുകൊണ്ട് പലപ്പോഴും നമ്മളായിരിക്കുന്ന നമ്മൾ അധ്വാനിച്ച ആശ്രയങ്ങളിൽ തണലിൽ ആയിരിക്കുക. എന്നാൽ മനുഷ്യനുണ്ടാകുന്നതിൽ ഉണ്ടാക്കുന്നതിലപ്പുറമായിട്ട് ദൈവം നൽകുന്നതാണ് യഥാർത്ഥമായ തണലെന്ന് ചിന്തിപ്പാനായിട്ട് നമുക്കിടയാകണം. ഇവിടെ പുറത്തു നിൽക്കുന്ന അസ്വസ്ഥനായ മൂത്ത പുത്രനെ പോലെ പുറത്തു നിന്ന് ദേഷ്യപ്പെട്ട് നിൽക്കാതെ അകത്തേക്ക് പ്രവേശിപ്പാനായിട്ട് നമുക്ക് ഇടയാകണം. പ്രതീക്ഷയോടെ യോന ഒറ്റയ്ക്ക് അവിടെ കഴിയുക. സ്വന്തമായിട്ടുണ്ടാക്കിയ കുടിലിൽ, ആ തണലിൽ, മരത്തിൻ്റെ തണലിൽ യോന ഇരിക്കുക. 4-ാം അധ്യായം 6-ാം വാക്യം അവിടെ എന്താ പറയുന്നത്? യോനെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവരുടെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. താൽക്കാലികമായ ആശ്വാസത്തിൽ എന്തോ ചെയ്യുക? അതിലങ്ങ് ആശ്രയിക്കുക. ഇപ്പം വീണ്ടെടുപ്പിൽ ആനന്ദിക്കേണ്ടവൻ ആവണക്കിൻ്റെ തണലിൽ എന്തുവാ? ആനന്ദിക്കുക. വന്നതിൻ്റെ ലക്ഷ്യമേ മറന്നുപോയി. ഞാൻ ആദ്യമേ പല കാര്യങ്ങളും ആമുഖമായിട്ട് ഓർമ്മിപ്പിച്ചല്ലോ അല്ലേ? ലക്ഷ്യം മറന്നു പോകുന്നതിനെ പറ്റി ഈ യാത്ര ശരിയാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചല്ലോ. യോന മറന്നുപോയി. യോന ഇപ്പം ഈ ആവണക്കിൽ എന്തോ ചെയ്യുക? ആനന്ദം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇന്ന് വീണ്ടെടുപ്പിൻ്റെ ദൗത്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് അല്ലേ? പലതും സ്വയം നിർമ്മിത സങ്കേതങ്ങളിൽ ഇന്ന് നമ്മൾ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ആവണക്കിൻ്റെ തണലിൽ ആനന്ദമല്ല, വീണ്ടെടുപ്പിൻ്റെ തണലിലേക്ക് നമ്മൾ ചെന്നെത്തുവാനായിട്ട് ഇടയാകണം. 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ നോക്കി. അവിടെ എന്താ പറയുന്നത്? പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. രണ്ടാമതും പറയുകയാണ്, മരിച്ചാൽ കൊള്ളാം. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നെന്ന് പറഞ്ഞു. 4-ാം അധ്യായം 7-8 വാക്യം. അപ്പോൾ യോനയുടെ മേൽ ആവണക്ക് ഉയർത്തിയത് 2 ഉദ്ദേശത്തോടു കൂടിയാണ്. ഒന്ന്, യോനയോടുള്ള കരുണ കാണിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്, അവൻ്റെ ജീവിതത്തിന് പ്രയോജനകരമായ ആത്മീയ പാഠം അവൻ പഠിക്കാൻ വേണ്ടി. കാരണം അവൻ വന്ന ലക്ഷ്യം മറന്നിരിക്കുന്ന സമയമാണ്. ഇപ്പം കോപത്തിലായിരുന്നിട്ടും ദൈവം അവനോട് കരുണ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കും അറിയാം. ദൈവം നമ്മളോട് എത്രമാത്രം കോപിച്ചാലും ദൈവം നമ്മളോട് കരുണ ചെയ്യുമെന്ന് നമുക്കറിയാം. ആവണക്ക് ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കിടയാണ്. ഇതുപോലെ പല സമയത്തും നമുക്ക് തണലായിട്ട് പല ആവണക്കും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ തന്ന ആവണക്കിലാണ് പിന്നെയും ആശ്രയിക്കുന്നത്. ആരെ മറക്കുന്നുണ്ട്? തന്ന ദൈവത്തെ പലപ്പോഴും മറക്കാറുണ്ട്. ദൈവം ആദ്യം ആശ്വാസം നൽകുന്നു, പിന്നെന്തോ ഈ പാഠം പഠിപ്പിക്കും. ഇവിടെ യോനയ്ക്കും ഇതുപോലാണ്. ആവണക്കൊക്കെ കൊടുത്തു, തണലൊക്കെ കൊടുത്തു, പിന്നെന്തോ ചെയ്യും? അന്നേരത്തെ ഒരു ശമനം അവന് കൊടുത്തു, ഒരു ആശ്വാസം കൊടുത്തിട്ട് പിന്നെ അവനെ പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില അടിയൊക്കെ ചിലപ്പോൾ തരും. ആ അടിയിലൂടെ ചില പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ അടിയിലൂടെ ചിലപ്പോൾ ചിലരങ്ങ് നന്നാവും, ചിലർ നശിച്ചു പോകും. പിന്നെ പള്ളി കയറാത്തവരുണ്ട്. എനിക്ക് ജീവിതത്തിൽ വന്നല്ലോ, ഇനി ഞാൻ മേലാൽ പള്ളിയിലും കയറത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല എന്ന് പറയുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആവണക്ക് ദൈവം നൽകിയ കൃപ യോന അവിടെ നന്ദി പറയുകയോ സ്തുതി അർപ്പിക്കുകയോ ചെയ്തില്ല. നിരാശയിലും ഒക്കെ അങ്ങനെ വിസ്മരിച്ച് പോകുന്ന അനുഭവം ഉണ്ടാകുക. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചെടികൾ എന്തൊക്കെയാ? അത് ജോലിയായിരിക്കാം, നമ്മുടെ സമ്പത്തായിരിക്കാം, നമ്മുടെ ആരോഗ്യമായിരിക്കാം, നമ്മുടെ സൗന്ദര്യമായിരിക്കാം, പലതുമായിരിക്കാം. ആ ചെടികളിൽ നമ്മൾ ഒതുങ്ങിപ്പോകാതെ അവ ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ ദുഃഖം എന്നുള്ള വിധത്തിൽ മുന്നോട്ട് പോകാതെ ദൈവം ചിലപ്പോൾ ഈ സൗകര്യങ്ങൾ നമ്മളിൽ നിന്ന് നീക്കുന്നത് നമ്മൾ കൂടുതൽ ഉണർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധ്യം നമ്മളെ ഭരിപ്പാനായിട്ട് ഇടയാകണം. 4-ാം അധ്യായം 9-ാം വാക്യം. ദൈവം യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ? പിന്നെ പറയുന്ന 4:10 പറയുന്നത് എന്താ?
അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. പിന്നീട് 4:11 പറയുന്നത് എന്താ? എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിക്കുക. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ ആവണ പോലെ നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചിന്തിപ്പാനായിട്ട് ഇടയാകണം. സൗകര്യമാണോ മനുഷ്യരാണോ എനിക്ക് പ്രാധാന്യം എന്ന് ചിന്തിപ്പാനായിട്ട് ഇടയാകണം. ഇന്ന് പലപ്പോഴും നമ്മൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചേ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അച്ഛൻ ആമുഖമായിട്ട് പറഞ്ഞു മനുഷ്യരോടുള്ള നമ്മുടെ അനുഭാവം എങ്ങനെയുള്ളതായിരിക്കണമെന്ന്. ഇന്ന് മനുഷ്യരെക്കാൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം ആർക്ക് കൊടുക്കുന്നുണ്ട്? നമ്മുടെ പല സൗകര്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മളൊരു വേറുകീർത്തിയും വെക്കുന്നത്. സമ്പത്തില്ലാത്തവനോട് കാണിക്കുന്ന ആ ബന്ധമായിരിക്കത്തില്ല സാമ്പത്തികം ഉള്ളവനോട് കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ അത് നിലനിർത്താറുണ്ട്, സൗഹൃദങ്ങളിൽ നിലനിർത്താറുണ്ട്, ഇടപെടലുകളിൽ അത് നിലനിർത്താറുണ്ട്. എന്നാൽ ആ ഒരു വേറുകീർത്തിയം യഹോവയ്ക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ദൈവത്തിൻ്റെ കരുണ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചിന്തിപ്പാനായിട്ട് ഇടയാകണം. യോന അത് മറന്നുപോയി. ഈ നിനവാ നോമ്പിൽ ദൈവത്തിൻ്റെ ആ ഒരു മനസ്സിനോട് ചേർന്നിരിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് ചിന്തിപ്പാൻ ഇടയാകണം. എൻ്റെ ആവണ എന്താണെന്ന് ചിന്തിപ്പാനായിട്ട് ഇടയാകണം. ദൈവം തന്നെയാണ് എൻ്റെ യഥാർത്ഥമായ ആവണ എന്ന് ചിന്തിപ്പാനായിട്ട് തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് ചെടി വാടിപ്പോകാം, ജോലി നഷ്ടപ്പെട്ടു പോകാം, സമ്പത്ത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകാം, കമ്പനിയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാം. പക്ഷേ ദൈവഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം വാടിപ്പോകാനായിട്ട് ഇടയാകിയത്തില്ല. ഇവിടെ യോനയുടെ യഹോവ പറയുന്നത് എന്താണ്? നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവോ? അവൻ്റെ ഒരു അധ്വാനം അതിലില്ല, എന്നിട്ട് അവിടെ ഇരുന്ന് പെറുപെറുക്കുക. എന്നിട്ട് യഹോവ പറയുന്നത് എന്താണ്? എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ? അല്ലേ, പല യാമത്തിൽ കടന്നു വന്നവരോട് ഒരേ കൂലി കൊടുത്തപ്പോഴും ഇതേ ചോദ്യമാണ് ചോദിപ്പാനായിട്ട് ഉണ്ടായിരുന്നത്. അത് ആരുടെ ഇഷ്ടമാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം. പലപ്പോഴും നമ്മളത് മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിനൊരു രൂപാന്തരവും പുതുക്കവും ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. ചില തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അത് താൽക്കാലികമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടയാകണം. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാറില്ല. ഈ തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഇടറിപ്പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇംഗ്ലണ്ടിൻ്റെ ഒരു റോഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ടേക്ക് ഡീവിയേഷൻ, റിമെമ്പർ ദിസ് ഈസ് എ ടെമ്പററി ഇൻകൺവീനിയൻസ് ഫോർ എ പെർമനൻ്റ് കൺവീനിയൻസ്. റോഡിൽ പണി നടക്കുന്നതിനാൽ വഴി മാറിപ്പോകണം എന്നുള്ള നിർദ്ദേശവും അതിൻ്റെ കൂടെ ഒരു ഉപദേശവും. ഇതൊരു താൽക്കാലികമായ അസൗകര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സുഗമമായ പ്രയാണത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രയാസവും കഷ്ടതയും വന്നാലും ഇത് താൽക്കാലികമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടയാകണം. ഒരു നുറുങ്ങ് കവിതയുണ്ട്, ചിലയിടങ്ങളിൽ ചില നേരങ്ങളിൽ ഞാൻ മാത്രം പുറത്താകും, അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിന്നിലുള്ളതെന്ന് പുറത്തു വരുമ്പോൾ ഒന്ന് പറഞ്ഞു തരും. ചിലയിടങ്ങളിൽ ചില നേരങ്ങളിൽ ഞാൻ മാത്രം പുറത്താകും, അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിന്നിലുള്ളതെന്ന് പുറത്തു വരുമ്പോൾ ഒന്ന് പറഞ്ഞു തരുമോ? കവിതയുടെ പേരെന്ന് പറയാമോ? കവിതയുടെ പേരെന്ന് പറയാമോ? ആരെങ്കിലും ഒരാൾ പറയാമോ? അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്കേ. പേരെന്തോ? കവിതയുടെ പേരെന്തോ? കവിത കേട്ടിട്ട് മനസ്സിലായോ? ചിലയിടങ്ങളിൽ ചില നേരങ്ങളിൽ ഞാൻ മാത്രം പുറത്താകുന്നു, അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിന്നിലുള്ളതെന്ന് പുറത്തു വരുമ്പോൾ ഒന്ന് പറഞ്ഞു തരുമോ? കവിതയുടെ പേരെന്തോ? എല്ലാവരും ചെരുപ്പിട്ടിട്ടാണോ വന്നേ? ആണോ? ചെരുപ്പിടാതെ വന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ചെരുപ്പ് എവിടെ ഇട്ടേക്കുന്നേ? വെളിയിലാണോ? നിങ്ങളെവിടെ ഇരിക്കുന്നേ? ആ ചെരുപ്പ് ചോദിക്കുവാണ്, ചിലയിടങ്ങളിലും ചില നേരങ്ങളിലും ഞാൻ മാത്രം പുറത്താകുന്നു, അകത്ത് കയറുവാൻ എന്ത് വിശുദ്ധിയാണ് നിന്നിലുള്ളതെന്ന് പുറത്ത് വരുമ്പോളെന്ന് പറഞ്ഞു തരുമോ? ഇന്ന് തിരിച്ചു പോകുമ്പോൾ ചെരുപ്പിനെ നോക്കി നിന്നേക്കാൾ വിശുദ്ധി
നമ്മൾ വീടുകളിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? നമ്മൾ ചെരുപ്പ് എവിടെ ഇടുന്നത്? ചിലർ ഇടത്തില്ല കേട്ടോ, ചിലർ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് വീട്ടിലോട്ട് കയറി വരുന്നത് അല്ലേ? പള്ളിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെരുപ്പ് പുറത്തിടും. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ ചെരുപ്പ് പുറത്തിടും, നമ്മളകത്ത് കയറും. എന്തുകൊണ്ടാണ് നമ്മൾ ചെരുപ്പ് പുറത്തിടുന്നേ? ചെരുപ്പ് അഴുക്കാണ്, മലിനമാണ് എന്ന് നമുക്ക് എന്തുകൊണ്ട്? ബോധ്യമുണ്ട്. നമ്മളെന്തോ ആണ്, നമ്മൾ വിശുദ്ധരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അകത്ത് കയറും. അതുകൊണ്ട് ഇന്ന് തിരിച്ച് മടങ്ങി പോകുമ്പോൾ ആ ചെരുപ്പിനെ നോക്കി നിന്നേക്കാൾ വിശുദ്ധി എനിക്കുണ്ട് എന്ന് പറയുവാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് ഈ 3 നോമ്പ്, നിനവാ നോമ്പ്, നമ്മുടെ ജീവിതത്തിനൊരു രൂപാന്തരത്തിന് അനുഭവം ഉണ്ടാകട്ടെ. യോനാ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കടന്നുപോയി. ആ 4 അധ്യായത്തിലൂടെ ഒന്ന് ഓടിച്ചിട്ട് നമ്മളൊന്ന് മുന്നോട്ട് പോയി. അവിടെ നമ്മുടെ കണക്കൂട്ടലും തമ്പുരാൻ്റെ കണക്കൂട്ടലും തമ്മിൽ അന്തരമുണ്ട്. യോനയുടെ കണക്കൂട്ടലും ദൈവത്തിൻ്റെ കണക്കൂട്ടലും തമ്മിൽ അന്തരമുണ്ടെന്ന് മനസ്സിലായോ? അല്ലേ? മനസ്സിലായല്ലോ. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ അതേപോലെ ഒരു കണക്കൂട്ടലുണ്ട്. അത് നമ്മൾ ദൈവത്തിൽ ചേർന്നുള്ള കണക്കൂട്ടലാണോ, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കണക്കൂട്ടലാണോ എന്ന് ചിന്തിപ്പാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് ഈ വചനങ്ങളെല്ലാം, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അളവുപോലെ, ഈ അളവുപോലെ വെച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുവാ? വചനമാണ്. വചനത്തിൽ വിശ്വാസത്തിൽ ആഴത്തിൽ പോയാൽ മാത്രമേ ചെയ്യരുത് എന്ന് പറയുവാനായിട്ട് നമ്മളെ മനസ്സ് അനുവദിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ വചനം നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ നമ്മളെ ചെയ്യരുത് എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ കൂടുതൽ ശക്തീകരിക്കട്ടെ. ഈ 3 ദിവസത്തെ നോമ്പ് കൂടുതൽ അനുഭവത്തിൽ വലിയ നോമ്പിലേക്ക് കയറുന്നതിനുമുള്ള മുന്നാസ്വാദനമാണല്ലോ. അത് നമ്മുടെ ജീവിതത്തിന് നല്ലൊരു പരിവർത്തനത്തിന്, രൂപാന്തരത്തിന് അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. തലകളെ വണക്കാം. ദൈവമായ കർത്താവേ, ഈ ദിനത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. നാഥാ, നിന്റെ വചനത്തിലൂടെ യാത്ര ചെയ്യുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും നാഥാ അതിനനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ നീ ഒരുക്കണമേ. ആ നിനുവാ നോമ്പ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനുഗ്രഹമാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ നോമ്പും പെരുന്നാളുകളും ഉപവാസങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തെ നീ ഒരുക്കിയിരുന്നല്ലോ. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിന് ഇതെല്ലാം പ്രയോജനകരമായി തീരണമേ. സന്തോഷത്തോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാനും ഞങ്ങളെല്ലാ പ്രയാസങ്ങളെയും നൊമ്പരങ്ങളെയും ഈ ആലയത്തിൽ സമർപ്പിക്കുവാനും നാഥാ ശാശ്വതമായ പരിഹാരം ഞങ്ങളുടെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം പോലെ നിൻ്റെ കൃപയാൽ ഞങ്ങളെ വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ആചാര്യശ്രേഷ്ഠരെയും നാഥാ പ്രിയപ്പെട്ടവരെല്ലാം തിരുമ്പാ സമർപ്പിക്കുന്നു. നാഥാ, ഞങ്ങളെ ഇതിനായിട്ട് ഒരുക്കിയതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ, നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പൊള്ളായപ്പോഴും നീക്ക് സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.